റോഡരികിലെ ഒരു പഴയ തട്ടുകടയിൽ കരീനാദേവി ശ്രദ്ധയോടെ മുട്ട ട്രേകളിൽ അടുക്കിവെച്ച് നിൽക്കുകയായിരുന്നു. ക്ഷീണം മുഖത്തുണ്ടായിരുന്നെങ്കിലും ഉപജീവനത്തിനുള്ള ആവേശം അവരുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അവരുടെ ഏക മകൾ അതേ ജില്ലയിൽ ജില്ലാ കളക്ടർ പദവിയിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഔദ്യോഗിക തിരക്കുകൾ കാരണം തന്റെ അമ്മ എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. മാത്രമല്ല, ഇന്ന് അവളുടെ അമ്മയ്ക്ക് ആത്മാവിനെ പിടിച്ചുലക്കുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു. കരീന ദേവി നിശബ്ദമായി മുട്ട വിൽക്കുന്നതിനിടെ ഇൻസ്പെക്ടർ രാകേഷ് വർമ്മ മോട്ടോർ സൈക്കിളിൽ വന്നു. അയാൾ റോഡരികിൽ ബൈക്ക് നിർത്തി ദേഷ്യത്തോടെ പറഞ്ഞു, "റോഡരികിൽ മുട്ട വെക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നീ കാരണം ഇവിടെ ഗതാഗതക്കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. വേഗം നിന്റെ തട്ടുകട മാറ്റിക്കോ." ഇത്രയും പറഞ്ഞ് ഇൻസ്പെക്ടർ പെട്ടെന്ന് ദേഷ്യത്തിൽ മുന്നോട്ട് വന്ന് തട്ടിൽ ശക്തിയായി ചവിട്ടി. മുട്ട ട്രേ എടുത്ത് നിലത്തെറിയാൻ തുടങ്ങി. അതോടെ ഡസൻ കണക്കിന് മുട്ടകൾ പൊട്ടിച്ചിതറിപ്പോയി. പൊട്ടിയ മുട്ടകളുടെ ഗന്ധം അന്തരീക്ഷത്തിൽ പരന്നപ്പോൾ ആളുകൾ കാഴ്ച കാണാൻ നിന്നു. ഇത് കണ്ട് ഇൻസ്പെക്ടർ കൂടുതൽ ദേഷ്യത്തോടെ അലറി, "ഇത് നിന്റെ അപ്പന്റെ റോഡാണോ? തോന്നിയ സ്ഥലത്ത് വന്ന് കച്ചവടം ചെയ്യാൻ? വിൽക്കണമെങ്കിൽ നിന്റെ സ്ഥലത്ത് പോയി വിൽക്ക്." കരീന ദേവി നിശബ്ദമായി അയാളുടെ വാക്കുകൾ കേട്ടുനിന്നു. അപമാനം സഹിച്ചു. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാതെ നിലത്ത് വീണ കുറച്ചു മുട്ടകൾ പെറുക്കിയെടുക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ നിന്നിരുന്നവർ വെറും കാഴ്ചക്കാരായി നിന്നു. ആരും ശബ്ദമുയർത്തിയില്ല. ആരും സഹായിച്ചില്ല. ആൾക്കൂട്ടത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തയായിരുന്നു. അവൾ മൊബൈൽ എടുത്ത് സംഭവം മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇൻസ്പെക്ടർ തുടർച്ചയായി അവരെ ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആളുകൾ ചിരിച്ചു നോക്കി നിന്നു. കരീന ദേവി മനസ്സിൽ ആലോചിച്ചു, മകൾ ഇതെല്ലാം അറിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. ഈ കാര്യം അവൾ ഒരിക്കലും അറിയാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റുണ്ടാകും. കണ്ണീരോടെ ബാക്കിയുള്ള മുട്ടകൾ തട്ടിൽ വെച്ച് ആ തട്ടോടൊപ്പം അവർ പതിയെ വീട്ടിലേക്ക് നടന്നു. അപ്പുറത്ത് വീഡിയോ എടുത്ത പെൺകുട്ടി വീട്ടിലെത്തി അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. അടിക്കുറിപ്പിൽ ഇങ്ങനെ എഴുതി, "ഈ വൃദ്ധയുടെ തെറ്റായിരുന്നില്ല. പക്ഷേ ഇൻസ്പെക്ടർ മുട്ട നിറച്ച ട്രേ എടുത്ത് നിലത്തെറിഞ്ഞു. റോഡിൽ കൂടിയവരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിച്ചു. ഇത് ശരിയാണോ?" വീഡിയോ അതിവേഗം വൈറലായി. ആളുകൾ പങ്കുവെക്കാനും കമന്റ് ചെയ്യാനും തുടങ്ങി. എല്ലാവരും ഈ സംഭവത്തെ തെറ്റാണെന്ന് പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം ഈ വീഡിയോ സരിതയുടെ മൊബൈലിലെത്തി. വീഡിയോ കണ്ടപ്പോൾ അവളുടെ രക്തം തിളച്ചു. തന്റെ അമ്മയോട് ഇങ്ങനെ പെരുമാറിയെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടു. തല്ല് കിട്ടുക പോലും ചെയ്തു. സരിത ഉടൻ തന്നെ വീഡിയോ ഫോണിൽ സേവ് ചെയ്തു. എന്നിട്ട് മനസ്സിൽ ദൃഢപ്രതിജ്ഞയെടുത്തു, അമ്മയ്ക്ക് സംഭവിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവന് അവന്റെ യഥാർത്ഥ സ്ഥാനം കാണിച്ചു കൊടുക്കണം. സരിത തന്റെ യൂണിഫോം അഴിച്ച് മഞ്ഞ നിറത്തിലുള്ള സൽവാർ സ്യൂട്ട് ധരിച്ചു. ഇപ്പോൾ അവൾ ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയെ പോലെ തോന്നി. കാറിൽ കയറി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഉടൻ അവൾ വാതിലിൽ മുട്ടി. കരീന ദേവി അപ്പോൾ അടുക്കളയിൽ പച്ചക്കറികൾ അരിയുകയായിരുന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ വിളിച്ചു ചോദിച്ചു, "ആരാണ്?" "ഇത് ഞാനാണമ്മേ, സരിത. നിങ്ങളെ കാണാൻ വന്നതാണ്." ശബ്ദം കേട്ടപ്പോൾ കരീന ദേവിയുടെ കൈകൾ നിശ്ചലമായി. കണ്ണുകൾ ഈർപ്പമുള്ളതായി. സരിത ഈ സംഭവം അറിഞ്ഞോ എന്നൊരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. തന്റെ മകൾ എത്രത്തോളം സത്യസന്ധയും വാശിക്കാരിയുമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അവർ വേഗം വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ അമ്മയും മകളും കെട്ടിപ്പിടിച്ചു. വർഷങ്ങളുടെ അകലം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ. കരീന ദേവി ചോദിച്ചു, "മോളെ, നിനക്ക് സുഖമാണോ? എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നത്? നീ അമ്മയെ മറന്നുപോയിരുന്നു." സരിത മറുപടി പറഞ്ഞു, "അമ്മേ, അങ്ങനെ പറയരുത്. ഞാൻ ഓഫീസ് ജോലികളിൽ അത്ര തിരക്കിലായിപ്പോയി. നിങ്ങളോട് സംസാരിക്കാൻ പോലും ഒഴിവ് കിട്ടാറില്ല." അമ്മ പറഞ്ഞു, "ശരി ശരി, ആദ്യം അകത്തേക്ക് വാ." സരിത അടുക്കളയിൽ പോയി പച്ചക്കറികൾ കണ്ടിട്ട് പറഞ്ഞു, "അമ്മേ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം." കുറച്ചു നേരത്തിനുള്ളിൽ ഭക്ഷണം തയ്യാറായി.
അമ്മയും മകളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. സരിത ചോദ്യം ചോദിച്ചു. അമ്മേ, നിങ്ങൾക്ക് സംഭവിച്ചത് എന്നോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? ഇത് വളരെ തെറ്റാണ്. ഞാൻ ആ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടേ അടങ്ങൂ. അയാൾ നിയമത്തിനെതിരാണ് പ്രവർത്തിച്ചത്. നിയമത്തിന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കരീന ദേവി ഭയത്തോടെ പറഞ്ഞു. മോളെ വിട്ടേക്ക്, അവരൊക്കെ പോലീസുകാരാണ്. സരിത കടുപ്പത്തോടെ പറഞ്ഞു. വേണ്ട അമ്മേ, നിങ്ങൾ മിണ്ടാതിരിക്കൂ. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അയാൾ ചെയ്തതിന് ശിക്ഷ കിട്ടും. ഇത്രയും പറഞ്ഞ് സരിത ചുവന്ന സൽവാർ സ്യൂട്ട് ധരിച്ചു. ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയെ പോലെ ഒരുങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇൻസ്പെക്ടർ രാകേഷ് വർമ്മയെ നിയമിച്ചിരുന്ന അതേ സ്റ്റേഷൻ. സ്റ്റേഷനിലെത്തിയപ്പോൾ രാകേഷ് അവിടെ ഉണ്ടായിരുന്നില്ല. ഏതാനും ഹെഡ് കോൺസ്റ്റബിൾമാരും SAO സന്ദീപ് സിംഗും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സരിത നേരെ SAO സന്ദീപ് സിംഗിന്റെ അടുത്തേക്ക് പോയി. എനിക്ക് ഇൻസ്പെക്ടർ രാകേഷ് വർമ്മയ്ക്കെതിരെ റിപ്പോർട്ട് കൊടുക്കണം. അദ്ദേഹം എന്റെ അമ്മയോട് റോഡിൽ വെച്ച് മോശമായി പെരുമാറി. മുട്ടത്തട്ട് തകർത്തു. എല്ലാ മുട്ടയും നിലത്തെറിഞ്ഞു. അമ്മയെ തല്ലി. ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നാണ്. സന്ദീപ് സിംഗ് ഞെട്ടിപ്പോയി. എന്താ, ഇൻസ്പെക്ടർ രാകേഷ് വർമ്മയ്ക്കെതിരെ റിപ്പോർട്ടോ? ആരാണ് നീ റിപ്പോർട്ട് കൊടുക്കാൻ? നീ ആ വൃദ്ധയുടെ മകളാണോ? എന്റെ ഇൻസ്പെക്ടർക്കെതിരെ ഞാൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇനി തല്ലിയാൽ തന്നെ എന്താണ്? അവർ റോഡരികിൽ തട്ടുവെച്ച് മുട്ട വിൽക്കുകയായിരുന്നു. തെറ്റുകാരി അവളാണ്. സരിതയുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി. നോക്കൂ, ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ നിയമം പഠിച്ചവരാണ്. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നന്നായി അറിയാം. ഞാൻ അതേ നിയമത്തിന്റെ സഹായത്തോടെ അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ റിപ്പോർട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെയും നടപടിയെടുക്കും. സന്ദീപ് സിംഗ് അമ്പരന്നുപോയി. ഈ സാധാരണ ഗ്രാമീണ പെൺകുട്ടി ഇത്രയും ആത്മവിശ്വാസത്തോടെയും ഭയമില്ലാതെയും സംസാരിക്കുന്നത് ഏതെങ്കിലും വലിയ ശക്തി അവളുടെ പിന്നിലുള്ളതുപോലെയാണ്. അയാൾ പറഞ്ഞു. നീ ആരാണ്? ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം നിനക്ക് എന്താണ് അധികാരം? ഞങ്ങൾ വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ നിന്നെ അകത്താക്കാൻ കഴിയും. സരിത അയാളുടെ കണ്ണിന് നേരെ നോക്കി. മറുപടിയൊന്നും പറഞ്ഞില്ല. വെറും ഒരു ചെറു ചിരിയോടെ കസേരയിൽ ഇരുന്നു. പക്ഷേ അവളുടെ നിശബ്ദത അന്തരീക്ഷത്തെ കൂടുതൽ ഭാരമുള്ളതാക്കി. ഇൻസ്പെക്ടർ വിചാരിച്ചു, ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? അയാൾ വീണ്ടും അലറി. എന്താ മിണ്ടാതിരിക്കുന്നത്? മറുപടി പറ. സരിത ശാന്തമായ എന്നാൽ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. സമയം വരുമ്പോൾ എല്ലാം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് പറയാൻ പോലും അവസരം കിട്ടില്ല. അവളുടെ കണ്ണുകളിലെ ദൃഢത കണ്ട് ഇൻസ്പെക്ടർ ഒരു നിമിഷം പകച്ചുപോയി. പക്ഷേ തന്റെ അഹങ്കാരം നിലനിർത്താൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, വലിയ സിനിമാ ഡയലോഗുകൾ അടിക്കുന്നു. പോകൂ ഇവിടെ നിന്ന്. ഇത്രയും സംസാരിച്ചപ്പോഴേക്കും ഇൻസ്പെക്ടർ രാകേഷ് വർമ്മ അകത്തേക്ക് വന്നു. പെൺകുട്ടിയെ കണ്ടിട്ട് ഒരു ചെറിയ ചിരിയോടെ ചോദിച്ചു. എന്താണ് കാര്യം? എന്തിനാണ് വന്നത്? അയാൾ നേരെ സരിതയുടെ മുന്നിൽ വന്നു നിന്നു. സരിതയുടെ മനസ്സിൽ ദേഷ്യത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു. നിയമത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ആ നിമിഷം തന്നെ അവൾ അവനെ തല്ലുമായിരുന്നു. പക്ഷേ അവൾ നിയമത്തിന്റെ സംരക്ഷകയായിരുന്നു. അതുകൊണ്ട് തന്റെ ഐഡന്റിറ്റി മറച്ചുവെച്ച് വന്നതിനാൽ അവൾ ഇത്രമാത്രം പറഞ്ഞു. ഓർമ്മ വെച്ചോ, ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടേ അടങ്ങൂ. നിയമത്തിൽ തുടരാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് വളരെ ഭാരമുള്ളതായിരിക്കും. ഇത് കേട്ട് ഇൻസ്പെക്ടർ ദേഷ്യം കൊണ്ട് ആളിക്കത്തി സരിതയെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആരാണ് നീ എന്നെ സസ്പെൻഡ് ചെയ്യാൻ? ഇത്രയും പറഞ്ഞ് അവളെ തള്ളി സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്തു നിന്നിരുന്ന എല്ലാ പോലീസുകാരും സരിതയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വലിയ ആളായി വന്നിരിക്കുന്നു, മുട്ട വിൽക്കുന്ന ഭിക്ഷക്കാരിയുടെ മകൾ. ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യാൻ. നോക്കൂ എങ്ങനെ തലകുനിച്ചു നിൽക്കുന്നു എന്ന്. അവൾ സ്വയം പ്രതിജ്ഞയെടുത്തു, അവരെ വെറുതെ വിടില്ല എന്ന്. അടുത്ത പ്രഭാതം നഗരം മുഴുവൻ ഞെട്ടിക്കുന്നതായിരുന്നു. സൂര്യന്റെ ആദ്യ കിരണങ്ങളോടൊപ്പം റോഡിൽ സൈറണുകളുടെ മുഴക്കം പരന്നു. 2 പോലീസ് ജീപ്പുകൾ മുന്നിൽ വഴി തെളിയിച്ച് പോകുകയായിരുന്നു. അതിനു പിന്നാലെ കറുത്ത ഗ്ലാസുകളുള്ള DMന്റെ രാജകീയമായ കാർ. അതിന്റെ തൊട്ടു പിന്നാലെ മറ്റ് 2 പോലീസ് വാഹനങ്ങൾ സുരക്ഷാ വലയത്തിൽ.
വാഹനവ്യൂഹം സ്റ്റേഷന്റെ പ്രധാന കവാടത്തിൽ വന്നു നിന്നപ്പോൾ കാറുകളുടെ വാതിലുകൾ ഒരേ സമയം തുറന്നു. ഡി എം സരിത തിളങ്ങുന്ന നിറത്തിലുള്ള ഔദ്യോഗിക യൂണിഫോമിൽ തലയിൽ തൊപ്പിയുമായി പൂർണ്ണ ഗാംഭീര്യത്തോടെ കാറിൽ നിന്നിറങ്ങി. അവരുടെ ഇരുവശത്തും വലിയ പോലീസ് ഉദ്യോഗസ്ഥർ നിന്നു. ഇന്നലെ വരെ അവളെ നോക്കി ചിരിച്ച അതേ പോലീസുകാർ, സ്റ്റേഷന്റെ വരാന്തയിൽ നിന്നിരുന്നവർ ഈ കാഴ്ച കണ്ടപ്പോൾ കല്ലുപോലെയായി. അവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചുപോയി. കണ്ണുകൾ വലുതായി, ചുണ്ടുകൾ ഉണങ്ങി നിശബ്ദരായി. ഇൻസ്പെക്ടർ രാകേഷ് തന്റെ ഡെസ്കിലിരുന്ന് ചില ഫയലുകൾ നോക്കുകയായിരുന്നു. എസ് ഒ സന്ദീപ് സിംഗ് അടുത്തു നിന്നിരുന്നു. ഇത് തങ്ങളുടെ ഏറ്റവും മോശം ദിവസമായിരിക്കുമെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. സരിത ആരെയും നോക്കാതെ നേരെ നടന്ന് സ്റ്റേഷനകത്തേക്ക് കടന്നു. അവളുടെ യൂണിഫോമിന്റെ തിളക്കവും ചുറ്റും മുഴങ്ങുന്ന നിശബ്ദതയും ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് സരിതയുടെ മുഖം വ്യക്തമായി പറഞ്ഞു. സരിതയുടെ നോട്ടം നേരെ രാകേഷിൽ പതിച്ചു. രാകേഷ് അവളെ കണ്ടയുടനെ ഞെട്ടി എഴുന്നേറ്റു നിന്നു. മുഖത്തെ നിറം മാഞ്ഞു പോയിരുന്നു. ഇന്നലത്തെ രംഗം അയാളുടെ മനസ്സിൽ വീണ്ടും ഓടിക്കളിച്ചു. താൻ ഈ സ്റ്റേഷനിൽ നിന്ന് തള്ളി പുറത്താക്കിയ, അപമാനിച്ച അതേ പെൺകുട്ടി ഇന്ന് ഈ സ്റ്റേഷനിൽ DM ആയി നിൽക്കുകയാണ്. രാകേഷിന്റെ അടുത്തു നിന്നിരുന്ന SAO സന്ദീപ് സിംഗും അമ്പരന്നുപോയി. ഭയം അയാളുടെ കണ്ണുകളിലും വ്യക്തമായിരുന്നു. ശരീരത്തിലെ രക്തം മുഴുവൻ ഊർന്നു പോയതുപോലെ. സരിത തണുത്ത എന്നാൽ വളരെ കടുപ്പമുള്ള സ്വരത്തിൽ പറഞ്ഞു, എന്താ, മുഖത്തെ നിറം മാറിയല്ലോ. നിങ്ങൾ രണ്ടുപേർക്കും ഓർമ്മയുണ്ടോ? കുറച്ചു ദിവസം മുമ്പ് എന്റെ അമ്മയോട് നിറഞ്ഞ മാർക്കറ്റിൽ വെച്ച് മോശമായി പെരുമാറിയതും, ഞാൻ റിപ്പോർട്ട് എഴുതാൻ വന്നപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് തള്ളി പുറത്താക്കിയതും. ഇന്ന് അതേ വാതിലിലൂടെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രം. ഇന്നലെ ഞാൻ സാധാരണ വേഷത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഈ സ്റ്റേഷനിലേക്ക് DM-ന്റെ യൂണിഫോമിലാണ് വന്നത്. രാകേഷ് വർമ്മയ്ക്കും സന്ദീപ് സിംഗിനും മറുപടി ഉണ്ടായിരുന്നില്ല. അവർ തലകുനിച്ചു നിന്നു. സരിത പറഞ്ഞു, നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്തസ്സിന് കോട്ടം വരുത്തി. എന്റെ അമ്മയോട് നിങ്ങൾ പെരുമാറിയ രീതി മനുഷ്യത്വരഹിതവും ക്ഷമിക്കാനാവാത്തതുമാണ്. സരിത ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തും. നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കും. അവർ കെഞ്ചി പറഞ്ഞു, മാഡം, ദയവായി എന്നോട് ക്ഷമിക്കൂ. എന്റെ ജോലി പോകും. ഞാൻ പാവപ്പെട്ടവരാണ്. സരിത അയാളുടെ വാക്കുകൾ ചെവികൊണ്ടില്ല. നിങ്ങൾ എന്റെ അമ്മയെ തല്ലുമ്പോൾ അവർ പാവപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? നിങ്ങൾ അവരുടെ കഷ്ടപ്പാടിനെ ചവിട്ടി മെതിക്കുമ്പോൾ നിങ്ങൾക്ക് ദയ തോന്നിയില്ലേ? സരിത അതേ സമയം തന്റെ അടുത്തു നിന്ന ASP-യോട് കടുപ്പത്തിൽ പറഞ്ഞു, SP സാബ്, ഇപ്പോൾ തന്നെ ഇൻസ്പെക്ടർ രാകേഷ് വർമ്മയെയും സന്ദീപ് സിംഗിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കൂ. SP ഒരു നിമിഷം പോലും കളയാതെ ഫയൽ വരുത്തി. ഉത്തരവുകൾ എഴുതി ഉടൻ ഒപ്പിട്ടു. ഉത്തരവ് കേട്ടപ്പോൾ രാകേഷിന്റെയും സന്ദീപിന്റെയും മുഖം വിളറി. സരിത തുടർന്നു പറഞ്ഞു, യൂണിഫോം ഊരൂ. നിങ്ങളുടെ സർവീസ് റിവോൾവർ കെട്ടിവെക്കുക. ഭാരമുള്ള കാൽവെപ്പുകളോടെ രാകേഷും സന്ദീപും യൂണിഫോമിലെ നക്ഷത്രങ്ങൾ ഊരി. ബെൽറ്റ് അഴിച്ചു. റിവോൾവർ മേശപ്പുറത്ത് വെച്ചു. അതേസമയം തന്നെ അവരെ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കി. ഈ വാർത്ത തീ പോലെ നഗരം മുഴുവൻ പടർന്നു. മാർക്കറ്റിലെ കടക്കാർ, നാട്ടുകാർ എല്ലാവരും അറിഞ്ഞു. റോഡരികിൽ മുട്ടവിറ്റ കരീന ദേവിയെ അപമാനിച്ച അതേ ഇൻസ്പെക്ടർ രാകേഷ് ഇന്ന് സസ്പെൻഡായി എന്ന്. ആളുകളുടെ മുഖത്ത് സംതൃപ്തിയും സന്തോഷവും വ്യക്തമായിരുന്നു. എല്ലാവരും DM സരിതയുടെ ധൈര്യത്തെയും നീതിക്ക് വേണ്ടിയുള്ള അവളുടെ പോരാട്ടത്തെയും പ്രശംസിച്ചു. കരീന ദേവിയുടെ കണ്ണുകളിലും തിളക്കം വന്നു. തങ്ങൾക്കുണ്ടായ അപമാനത്തിന് പകരം കിട്ടിയതുപോലെ അവർക്ക് തോന്നി. സരിത അമ്മയോടൊപ്പം കുറച്ചു ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നിട്ട് അമ്മയെയും കൂട്ടി തന്റെ പോസ്റ്റിംഗ് സ്ഥലത്തേക്ക് പോയി. സരിത പ്രാദേശിക പോലീസിന് ശക്തമായ ഉത്തരവുകൾ നൽകി. പ്രദേശത്തെ ചെറിയ കച്ചവടക്കാർക്കും തട്ടുകടക്കാർക്കും സുരക്ഷ നൽകണമെന്നും ഒരു ഉദ്യോഗസ്ഥനും ജീവനക്കാരും അവരോട് മോശമായി പെരുമാറാൻ ധൈര്യപ്പെടരുത് എന്നും. ഇൻസ്പെക്ടർ രാകേഷ് വർമ്മയ്ക്കെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ അയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. അതിന്റെ ഫലമായി അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കി. ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തു. അയാൾ തന്റെ തെറ്റ് സമ്മതിച്ചു. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ഈ കഥ ഒരു ഇൻസ്പെക്ടറുടെ സസ്പെൻഷനെ കുറിച്ചുള്ളതല്ല. ഇത് നീതിയുടെ വിജയത്തിന്റെ കഥയാണ്. ഇത് ഒരു മകൾക്ക്
തന്റെ അമ്മയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും സത്യത്തിനു വേണ്ടി നിലകൊണ്ടതിന്റെയും തെളിവായിരുന്നു. ഈ സംഭവം നഗരത്തിന് മുഴുവൻ ഒരു പാഠമായി. യൂണിഫോമിന്റെ യഥാർത്ഥ ബഹുമാനം സത്യസന്ധതയ്ക്കും ജനസേവനത്തിനും വേണ്ടി ധരിക്കുമ്പോൾ മാത്രമാണ്. അധികാരത്തിന്റെ ദുരുപയോഗം ഒരിക്കലും വിജയിക്കില്ല. അവസാനം സത്യവും നീതിയും മാത്രമേ വിജയിക്കൂ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ മലയാളി സ്റ്റോറീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആവേശകരമായ വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കും. നന്ദി.